ഞാൻ ഉൾപ്പെടെ നിങ്ങളിൽ പലരും അദ്ദേഹത്തോട് ഒരുപാട് ആശയപരമായി പോരാടിയവരാണ്. ഞാനൊക്കെ സന്ദീപേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ എത്രയോ കമന്റുകൾ ചൊല്ലിയതാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം, ആശയം മാറിയതിന്റെ പേരിൽ 51 വെട്ടുവെട്ടി PPയെ കൊന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ മുമ്പിൽ ഇവിടെ കോൺഗ്രസ് പ്രിയപ്പെട്ട സന്ദീപായുടെ ഈ ഒരു പൗരാവലിയുടെ നേതൃത്വത്തിലാണ് ഈ മട്ടന്നൂരിൽ ഉൾപ്പെടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സ്വീകരിക്കുന്നത് എന്നത് കോൺഗ്രസിന്റെ പ്രത്യയ ശാസ്ത്രമാണ്, കോൺഗ്രസിന്റെ സംസ്കാരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട നേതാവിനെ മട്ടന്നൂരിലെ ജനതയോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ ശ്രീ ജിതിൻ കൊളപ്പായി കോൺഗ്രസിന്റെ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിന്റെ ഈ പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച കണ്ണൂരിലെ കോൺഗ്രസിന്റെ നായകൻ DCC പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഫസിൽ മജീദ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജയ് മോഹൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രാഹുൽ വെച്ചിയോട്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ റോബർട്ട് വെള്ളാമള്ളി, DC സെക്രട്ടറി ശ്രീ VR ഭാസ്കരൻ, കോൺഗ്രസ് മട്ടൺ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സുരേഷ് മാവില, കോൺഗ്രസ് കോളയാട് ബ്ലോക്ക് പ്രസിഡന്റ് കഞ്ഞോടി രാഘവൻ മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച ഷമീൽ ആയിപ്പുഴ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, ഏവർക്കും സാദര നമസ്കാരം. ഇവിടെ സ്വാഗതം ആശംസിച്ച ഷമീലും അധ്യക്ഷനുമൊക്കെ സൂചിപ്പിച്ചു, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ വന്നതിന് ശേഷം കണ്ണൂരിലൊരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത് മട്ടന്നൂരിലാണ്. അത് വേണമെങ്കിൽ ഒരു തെറ്റുതിരുത്തലിന്റെ തുടക്കം കൂടിയാണെന്ന് പറയാം. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വാർഡ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിൽ നമുക്ക് നഷ്ടപ്പെടുന്നതിൽ അന്ന് ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ്. ഒരു ദിവസം മുഴുവൻ ഇവിടെ ടൗണിലെ ആ വാർഡിൽ വീട് കയറി പ്രചരണം നടത്തിയിരുന്നു. ഇന്നിപ്പോ ഇത് ഓർമ്മിപ്പിക്കേണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ വേദിയിൽ വെച്ച് ഓർമ്മ നൽകുകയാണ്, അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ആ വാർഡ് തിരിച്ചു പിടിക്കാൻ ഞാനിവിടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വൈകാരികമായിട്ടുള്ള സ്വീകരണം ഇന്നാണ് ലഭിച്ചത്. അത് ധീരരക്തസാക്ഷി ഷുഹൈബിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് എന്നെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ച് സ്വീകരിച്ച ആ നിമിഷമെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു സ്വീകരണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച അനശ്വരനായിട്ടുള്ള രക്തസാക്ഷി ഷുഹൈബിനെ 7 വർഷങ്ങൾക്കിപ്പുറവും മട്ടന്നൂരിലെ പൊതുസമൂഹം എത്രമാത്രം സ്നേഹിക്കുന്നു, ഓർമ്മിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ ജനത. അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള CPMന്റെ കൊലക്കത്തി രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള മട്ടന്നൂരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ, കണ്ണൂരിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ, കേരളത്തിലെ ജനതയുടെ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി ഷുഹൈബ് മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ CPMന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അടിത്തറയുള്ള പ്രദേശം എന്ന് പറയാവുന്ന ഈ മട്ടന്നൂർ തെരഞ്ഞെടുപ്പിൽ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ അവർ വിജയിക്കുന്ന മട്ടന്നൂർ ഒരുപക്ഷെ പാർലമെന്ററി രംഗത്ത് തനിക്കൊരിക്കലും എവിടെയും എത്തിച്ചേരാൻ സാധിക്കാൻ അതൊരു വിദൂര സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുകൂടി ജനാധിപത്യ പ്രസ്ഥാനത്തിനു വേണ്ടി, ദേശീയ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ യൗവനം മുഴുവൻ ഹോമിച്ച് പ്രവർത്തിച്ച ഷുഹൈബിനെ പോലെയുള്ള ഒട്ടേറെ പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചാലകശക്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നും ആഗ്രഹിക്കാതെ, ഒരു പഞ്ചായത്ത് മെമ്പറോ MLAയോ മന്ത്രിയോ ഒരു സഹകരണ സ്ഥാപനത്തിലെ ഒരു ബോർഡ് മെമ്പറോ പോലും ആവാൻ ആഗ്രഹിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടിയെടുത്ത് CPMന്റെ ചെകുത്താൻ കോട്ടയിലടക്കം കയറി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ചേമൂഷിയുള്ള ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ.
അവരുടെ ആവേശത്തെ, അവരുടെ ധൈര്യത്തെ, അവരുടെ പ്രയത്നത്തെ ഒട്ടും തന്നെ നിരാശപ്പെടുത്താൻ ശുഹൈബിന്റെ വധം കൊണ്ട് CPM-ന്റെ കാവാലികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ശുഹൈബിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് കേരളമൊട്ടാകെ ആയിരക്കണക്കിന് പുതിയ ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വരികയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ഈ നാടിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഞാൻ മറ്റന്നവർക്ക് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ പ്രദേശത്തിനോ നിങ്ങളുടെ ജില്ലയ്ക്കോ ഈ കേരളത്തിനോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കട്ടെ. ഈ നാടിന് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട്? നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ആരെയാണ് ചേർത്ത് നിൽക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ എല്ലാ അവകാശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് നേടിയിട്ടല്ലേ നിങ്ങൾ ജയിക്കുന്നതും തോൽക്കുന്നതും ഒക്കെ? നിങ്ങളും ഒക്കെ എങ്ങനെയല്ല? ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിച്ച്, ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി അവർക്ക് വേണ്ടി അവർക്കിടയിൽ പ്രവർത്തിച്ച് അവരുടെ അംഗീകാരം നേടി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരല്പം സ്വാധീനം കൂടുതലുള്ള സ്ഥലമായി കഴിഞ്ഞാൽ എതിരാളികൾ രാഷ്ട്രീയ പ്രവർത്തനമേ നടത്താൻ പാടില്ല എന്ന ദുശ്ശാഠ്യത്തോടുകൂടി ഈ പ്രദേശത്ത് ജനാധിപത്യം അനുവദിക്കുകയില്ല എന്ന ദുശ്ശാഠ്യത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ എന്ത് കമ്മിറ്റ്മെന്റ് ആണത്? ഞാൻ ആലോചിച്ചു പോവുകയാണ്. കണ്ണൂർ എന്ന് പറയുന്ന ജില്ല, ഞാൻ നേരത്തെ കലാകൗമുദിയിൽ ഒരു ലേഖനമായിട്ട് എഴുതിയിട്ടുണ്ട് കണ്ണൂർ ജില്ലയുടെ സാധ്യതകളെ കുറിച്ച്. ഞാൻ ഒട്ടേറെ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തുടനീളം പലതവണ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിരന്തരം യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സാന്ദർഭികമായി ആലങ്കാരികമായി പറയുകയല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, തറപ്പിച്ചു പറയുന്നു, കണ്ണൂർ ജില്ലയെപ്പോലെ അനന്തമായ വികസന സാധ്യതകളുള്ള മറ്റൊരു ഭൂപ്രദേശം ഈ കേരളത്തിൽ വേറെ എവിടെയുമില്ല. ആനയ്ക്ക് ആനയുടെ വലുപ്പമറിയില്ല എന്നത് പറഞ്ഞതുപോലെയാണ് കണ്ണൂർ ജില്ലയിലെ ആളുകളുടെ കാര്യം. കസ്തൂരിമാൻ സ്വന്തം കൊമ്പിൽ സുഗന്ധം ഒളിപ്പിച്ചു വെച്ച് എവിടെ നിന്നാണ് സുഗന്ധം വരുന്നത് എന്ന് തേടി നടക്കുന്നത് പോലെയാണ് കണ്ണൂർ ജില്ലയിലെ യുവാക്കളുടെ കാര്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച്, ഏറ്റവും നീളം കൂടിയ ബീച്ച്, ഏറ്റവും മനോഹരമായ ഡ്രൈവിംഗ് ബീച്ച് അത് കണ്ണൂർ ജില്ലയിലാണ് മുഴപ്പിലങ്ങാട്. കണ്ണൂർ ജില്ലയുടെ ഒരു പ്രദേശം മുഴുവൻ തീരദേശ മേഖലയിൽ വളരെ അതിസുന്ദരമായ ബീച്ചുകളാൽ നിറഞ്ഞു കിടക്കുന്നു. തൊട്ടിപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ ഹൈറേഞ്ച് ഏരിയയുണ്ട്. നല്ല മലയോര പ്രദേശങ്ങൾ, നല്ല ഭംഗിയുള്ള ഹൈറേഞ്ച് ഏരിയയുണ്ട്. ഒട്ടേറെ മനോഹരങ്ങളായിട്ടുള്ള ക്ഷേത്ര ഭൂമികൾ ഇവിടെയുണ്ട്. തൃച്ചംബരം പോലെയുള്ള, മൃദംഗശൈലേശ്വരി പോലെയുള്ള എത്രയോ മനോഹരമായിട്ടുള്ള ഐതിഹ്യം നിറഞ്ഞ, ആയിരക്കണക്കിന് വർഷത്തെ ഐതിഹ്യം നിറഞ്ഞ മനോഹരമായ ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. ലോകത്തെ ആയോധന കലകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന കളരിപ്പയറ്റിന്റെ ഏറ്റവും പ്രധാനമായ കേന്ദ്രം ഈ കണ്ണൂരാണ്. കേരളത്തെ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന, ലോകത്തിന് മുന്നിൽ കേരളത്തെ ദൃശ്യവൽക്കരിക്കുന്ന തെയ്യം, ഏറ്റവും അതിമനോഹരമായ കലാരൂപം കണ്ണൂരിലാണുള്ളത്. കണ്ണൂരിന്റെ അനുഷ്ഠാന കലയാണ്. ലോകത്തെ ഏക സോഷ്യലിസ്റ്റ് ദൈവം എന്ന് വിളിക്കാവുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ, പറശ്ശിനിക്കടവ്, മടപ്പുര കണ്ണൂരിലാണുള്ളത്. നിങ്ങൾ ആലോചിച്ചത് എത്ര മനോഹരമായ സുന്ദരമായ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന മറ്റൊരു ജില്ല കേരളത്തിലില്ല. തലശ്ശേരി ബിരിയാണിയും കണ്ണൂരിലെ ഭക്ഷ്യവിഭവങ്ങളും ഒക്കെ അത്രമേൽ സ്വാദിഷ്ടമാണ്. ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണ് കണ്ണൂരിന് പുറത്തുള്ള ആളുകൾക്ക്. പക്ഷെ എന്തേ കണ്ണൂർ ജില്ലയ്ക്ക് മറ്റ് ജില്ലകളുടെ കൂടെ, മറ്റു പ്രദേശങ്ങളുടെ ഒപ്പം വികസന കാര്യത്തിൽ എത്താൻ പറ്റാതെ? എന്തുകൊണ്ട് കണ്ണൂർ ജില്ല വികസന കാര്യത്തിൽ കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ പുറകോട്ട് പോയി? എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ തക്കവണ്ണമുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായില്ല?
എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കണ്ണൂർ ജില്ല ഇത്രത്തോളം പിറകോട്ട് പോയി? കണ്ണൂരിലേക്ക് വരാൻ ജനങ്ങൾക്ക് ഭയം. എനിക്ക് ഓർമ്മയുണ്ട്, കണ്ണൂരിലെ മട്ടന്നൂർ എയർപോർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ഒരു പ്രധാനപ്പെട്ട വ്യവസായി, അദ്ദേഹം കോഴിക്കോട് താമസിച്ച അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററിലാണ് രാവിലെ ഉദ്ഘാടനത്തിന് വരുന്നത്. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റുന്ന 5 നക്ഷത്ര ഹോട്ടൽ കണ്ണൂരിലില്ല. ഇത് കണ്ണൂരിന്റെ കുറവല്ലേ? കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ 5 നക്ഷത്ര ഹോട്ടലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ദോഷമാർക്കാണ്? കണ്ണൂരിലെ ടൂറിസം ഇൻഡസ്ട്രിക്കാണ്, കണ്ണൂരിലെ വിനോദസഞ്ചാര മേഖലയ്ക്കാണ്. എത്ര ആയിരം ജനങ്ങൾക്ക് തൊഴിലിക്കുന്നതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എയർപോർട്ടിന്റെ അവസ്ഥ എന്താ? എയർപോർട്ട് വന്നതിന് ശേഷം പണം ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയാം. എയർപോർട്ടുമായി അനുബന്ധമായി ആവശ്യമില്ലാത്ത ഭൂമി മുഴുവൻ അക്വയർ ചെയ്ത എയർപോർട്ടുകാരെ കൊണ്ട് അക്വയർ ചെയ്യിപ്പിച്ച് കോടികൾ തട്ടിയ ഒരാളുടെ ഉണ്ട്. കോടികൾ അമ്മയും മകനും ചേർന്ന് തട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഭൂമി കച്ചവടമായിരുന്നു എയർപോർട്ടിന്റെ പേരിൽ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂരിലെ യുവാക്കളുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെ കണ്ണൂർ പിറകോട്ട് പോയി നമ്മൾ ആലോചിക്കണം. ഞാൻ ആലോചിച്ചു, മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിൽ എത്ര മനോഹരമായി വികസിപ്പിക്കാവുന്ന പ്രദേശം. ഒരുപക്ഷെ ഗോവയേക്കാൾ അല്ലെങ്കിൽ വേണ്ട കോവളത്തേക്കാൾ ആയിരക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികൾ വരേണ്ട സ്ഥലമല്ലേ കണ്ണൂരിലെ ബീച്ചുകൾ? വന്നിരുന്നെങ്കിൽ കണ്ണൂരിന്റെ മുഖച്ഛായ മാറുമായിരുന്നില്ലേ? കോവളം പോലെ ആകെ 1-2 കിലോമീറ്റർ ദൂരമുള്ള ചെറിയ 2-3 ബീച്ചുകൾ വെച്ച് തിരുവനന്തപുരത്തിന്റെ വിനോദസഞ്ചാര മേഖല എത്ര വളർന്നു. എന്നിട്ട് എന്തുകൊണ്ട് കണ്ണൂരിന് പറ്റില്ല? ഒന്ന്, കണ്ണൂരിലുണ്ടായ അടിക്കടിയുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം, കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ സംസ്കാരം. പുറത്ത് കണ്ണൂരിനെ കുറിച്ചുള്ള പ്രതിച്ഛായ എന്ന് പറയുന്നത് ഏതു സമയത്തും കൊലപാതകം നടക്കാവുന്ന, ബോംബേറ് നടക്കാവുന്ന, ഹർത്താൽ നടക്കാവുന്ന, ഭയത്തോടുകൂടി മാത്രം മനുഷ്യർക്ക് ഇറങ്ങി നടക്കാവുന്ന ഒരു ഭൂപ്രദേശം എന്നാണ് പുറമേക്ക് കണ്ണൂരിനെ കുറിച്ചുള്ള അഭിപ്രായം. എങ്ങനെ അഭിപ്രായം വന്നു? ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത്? ഈ കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യം എതിരാളികൾക്ക് അനുവദിച്ചു കൊടുക്കാതെ, പ്രതിയോഗികൾക്ക് അനുവദിച്ചു കൊടുക്കാതെ ഇവിടെ കൊലക്കത്തി രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയാണ് കണ്ണൂർ ജില്ലയുടെ ഇന്നത്തെ ഈ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണം എന്നുള്ളത് ഇവിടുത്തെ സഖാക്കൾ തിരിച്ചറിയണം. നിങ്ങളെ കുട്ടികൾ, അവർക്ക് തൊഴിലില്ലാതെ പോയത്, അവർക്ക് പഠിക്കാൻ വേണ്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലാതെ പോയത്, നിങ്ങൾക്ക് ചികിത്സിക്കാൻ നല്ല ആശുപത്രികളില്ലാതെ പോയത്, നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ നല്ല തൊഴിലിടങ്ങളില്ലാതെ പോയത്, അതിന്റെ മുഴുവൻ ഉത്തരവാദി കണ്ണൂർ ജില്ലയെ കൈവെള്ളയിൽ വെച്ച് ഇത്രയും കാലം അമ്മാനമാടി നിങ്ങളുടെ ഭാവി മുഴുവൻ നശിപ്പിച്ച ഈ കണ്ണൂരിലെ പിണറായി വിജയനും ഈ കൊലയാളി ജയരാജന്മാരുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരുടെ മക്കളൊക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു, മിനിഞ്ഞാന്ന് ഒരു ചർച്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചർച്ച എന്തായിരുന്നു? ചർച്ച കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവരാൻ വസിക്കും. സ്വകാര്യ സർവകലാശാല. പക്ഷെ പാട്ടോർമ്മയില്ലേ? പുഷ്പനെ അറിയാമോ പാവം അല്ലേ? എന്ത് സംഭവിച്ചു നമുക്കറിയാം. അപ്പൊ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ വേണ്ടി CPM ഇപ്പൊ ബില്ല് കൊണ്ടുവരിക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ CPMന്റെ ന്യായീകരണം എന്താ? നിലവിൽ കേന്ദ്ര നിയമം അനുസരിച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റികളൊക്കെ വന്നു കഴിഞ്ഞു. അവിടെ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ സംസ്ഥാന നിയമം കൊണ്ടുവരിക. ഇവിടെ കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം വന്നാൽ സംസ്ഥാന നിയമം കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാൻ പോകുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ സഖാക്കളൊക്കെ ഒരു അന്തം കമ്മികളാണെന്നാണ് കരുതിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ അതിനെ വിശ്വസിക്കാം? പാർലമെന്റ് പാസാക്കിയ നിയമത്തെ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണോ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്? നടക്കൂലെന്ന് CPM അറിയാം. അപ്പൊ ജനങ്ങളെ പൊട്ടന്മാരാകാൻ നോക്കാണ്. വേറെ ഒന്നുമല്ല, സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാനുള്ള ശ്രമമാണ്, വിദേശ സർവകലാശാല കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഞങ്ങൾക്കെതിരല്ല. ഓർമ്മയില്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഭിമാന സ്തംഭമായിരുന്ന ഒരു ഡിപ്ലോമാറ്റ് TP ശ്രീനിവാസൻ, അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടൊരു ഉന്നത വിദ്യാഭ്യാസ സമിതി ഉണ്ടാക്കുന്നു. ആ സമിതിയുടെ യോഗം നടക്കുമ്പോ കോവളത്തേക്ക് SFIയുടെ ഗുണ്ടാസംഘം കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഈ മഹാരാജ്യത്തിന്റെ വിദേശ നയത്തിന് വേണ്ടി
ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ള ആ ഡിപ്ലോമാറ്റ് നയതന്ത്രത്തിന്റെ മുഖത്തേക്ക് CPM-ന്റെ ഒരു കുട്ടി കൊരങ്ങൻ ആഞ്ഞടിക്കും. നമ്മുടെ നാടിനെ മാനം കെടുത്തിയ ദൃശ്യമായിരുന്നു, നാണം കെടുത്തിയ ദൃശ്യമായിരുന്നു. സ്വകാര്യ സർവകലാശാലകളെ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം അക്രമം അഴിച്ചുവിട്ടിട്ടുള്ള CPM, അതിന്റെ പേരിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള CPM ഇപ്പൊ പറയുന്നു സ്വകാര്യ സർവകലാശാല കൊണ്ടുവരും, വിദേശ സർവകലാശാല കൊണ്ടുവരും എന്നിട്ട് പറയുകയാണ് അമൃതയുടെ യൂണിവേഴ്സിറ്റിയിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്താനാണ് നിയമം. വിദേശ സർവകലാശാല കൊണ്ടുവന്നിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് നിയമം എന്നാണ് ഇപ്പൊ CPM പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ സമരം മുഴുവൻ നടക്കുന്ന കാലത്ത് സ്വന്തം മകളെ അമൃത യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കുകയും സ്വന്തം മകനെ വിദേശ സർവകലാശാലയായ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയും ചെയ്ത ദീർഘദർശിയായ ഒരു തന്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഇത് നടന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. 10-20 വർഷം മുമ്പ് സ്വന്തം മക്കളെ വിദേശ സർവകലാശാലയിലും സ്വകാര്യ സർവകലാശാലയിലും അയച്ചു പഠിപ്പിച്ചിട്ട് ഈ കണ്ണൂർ ജില്ലയിലെ അന്തംഗമ്യ സഖാക്കളെ മുഴുവൻ ഈ നാട്ടിലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയപ്പിച്ചവരുടെ ഭാവി നശിപ്പിച്ചതിന് ശേഷം ഇപ്പൊ പറയാ ഈ സ്ഥാപനം മുഴുവൻ കൊണ്ടുവരാം. ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ എന്താ? ഇവിടെ കേസിന്റെ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ടല്ലോ. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ ബസ്സിലൊക്കെ ഇരിക്കുന്ന രക്ഷിതാക്കളുണ്ടല്ലോ, തലയ്ക്ക് മൂളയുള്ള തലയിൽ ആൾ താമസമുള്ള ഏതെങ്കിലും ഒരു രക്ഷിതാവ് സ്വന്തം കുട്ടിയെ കേരളത്തിലെ ഏതെങ്കിലും കോളേജിൽ ചേർക്കാൻ ധൈര്യപ്പെടും, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചേർക്കാൻ ധൈര്യപ്പെടുന്നുണ്ടോ? CPM-ന്റെ മന്ത്രിമാരുടെയും MP-മാരുടെയും ഭാര്യമാരെ കൊണ്ടുപോയി അടയിരുത്താനുള്ള കേന്ദ്രങ്ങളാക്കി കേരളത്തിലെ സർവകലാശാലകളെ മാറ്റി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരത്തെ മുഴുവൻ തകർത്തെറിഞ്ഞു CPM. ആ തകർത്തെറിഞ്ഞ CPM കേരളത്തിലെ ചെറുപ്പക്കാർക്ക് നോക്കുമ്പോൾ 60% സീറ്റൊക്കെ ഒഴിവാക്കാം. പല കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 60% സീറ്റുകൾ പഠിക്കാൻ കുട്ടികളില്ല. പണ്ടൊക്കെ MLA-മാരുടെയും MP-മാരുടെയും കത്തിന് വേണ്ടി റെക്കമെൻഡേഷന് വേണ്ടി കോളേജിൽ അഡ്മിഷൻ റെക്കമെൻഡേഷന് വേണ്ടി കാത്തു നിന്നെങ്കിൽ രക്ഷിതാക്കൾ കാത്തു നിന്നിരുന്നെങ്കിൽ ഇന്ന് കുട്ടികൾ കാനഡയിൽ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ പോകുന്നു. അവിടെ പോകാൻ കഴിയാത്തവർ ബാംഗ്ലൂരിൽ പോകുന്നു, കോയമ്പത്തൂരിൽ പോകുന്നു, ഡൽഹിയിൽ പോകുന്നു. കേരളത്തിൽ പഠിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇനി പഠിച്ചിരുന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിനനുസരിച്ച് ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? ഇവിടെ ആകെ ആർക്കാ ജോലി കിട്ടുന്നത്? SFI-യിലും DYFI-യിലും ഒക്കെ ഗുണ്ടായിസം കളിച്ചു നടക്കുന്ന ക്രിമിനലുകൾക്ക് പിൻവാതിൽ നിയമനമല്ലാതെ മാനം മര്യാദയ്ക്ക് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അവൻ PSC റാങ്ക് ലിസ്റ്റ് ഒന്ന് കയറി കൂടിയാൽ ആ PSC റാങ്ക് ലിസ്റ്റ് കയറാക്കിയിട്ട് ജോലി കിട്ടുന്നില്ല. PSC പരീക്ഷ ചോദ്യപ്പെട്ടു. അപ്പൊ ഈ നാടിനെ സമസ്ത മേഖലയിൽ മുച്ചൂട് മൂടിച്ച നിങ്ങളുടെ തെറ്റായ നയങ്ങൾ എത്ര ദശാബ്ദങ്ങൾ ഈ നാടിനെ പുറകോട്ടടിച്ചു. കണ്ണൂർ ഉൾപ്പെടെയുള്ള കേരളത്തെ എത്ര ദശാബ്ദങ്ങൾ പുറകോട്ടടിച്ചു. നിങ്ങളെ തെറ്റായ നയങ്ങൾ, അന്ധമായ കോൺഗ്രസ് വിരോധം, എല്ലാ കാലത്തും കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ പണിയിട്ടുള്ള CPM അല്ല. ഡൽഹിയിൽ പണ്ട് 91-ലൊക്കെ 90-91 സമയം 88-89 സമയത്ത് ഓർമ്മ ഉണ്ടാവും. ഞങ്ങളുടെ എന്റെ പഴയ പാർട്ടിക്കാരും CPM-മാരും എല്ലാ ദിവസവും വൈകുന്നേരം വാജ്പേയിയുടെ വീട്ടിലാണ്. ആരൊക്കെ? ഹർകിഷൻ സിംഗ് സുർജിത്ത്, AB ബർദൻ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി. എന്താണ് കാര്യം? എല്ലാ ദിവസവും വൈകുന്നേരം ഇരിക്കും കോൺഗ്രസിനെ പുറത്താക്കാൻ. കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് VP സിംഗിന്റെ സർക്കാർ ഉണ്ടാക്കി. അതിനു മുമ്പ് 77 ഒരുമിച്ച് മത്സരിച്ചു. അന്നു മുതലേ ഭായിയാണ്, അന്നു മുതലേ CJP-യാണ്. എല്ലാ കാലത്തും ഇവരിങ്ങനെ ഉണ്ടാക്കിയത്. അന്ധമായിട്ട് കോൺഗ്രസ് വിരോധം ഒടുവിൽ CPM-നെ എവിടെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് ബഹുമാനായിട്ട് DCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ബംഗാളിൽ CPM-ന്റെ അവസ്ഥ എന്താ? ബംഗാളിലെ CPM പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും വന്ന് തമ്പാനൂരും കണ്ണൂരും ഒക്കെ വന്ന് പൊറോട്ടയടിക്കുന്നു. അല്ലെ? CPM-ന്റെ നേതാക്കൾ, ജില്ലാ ലോക്കൽ നേതാക്കൾ അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ? ഈ കണ്ണൂരിനേക്കാൾ വലിയ കോട്ടയാക്കി, ചെകുത്താൻ കോട്ടയാക്കി നിങ്ങൾ കൊണ്ടുവന്ന ബംഗാളിൽ നിന്ന് അവിടുത്തെ ജനം നിങ്ങളെ പുറംകാലം കൊണ്ട് അടിച്ചു പുറത്താക്കിയെങ്കിൽ സഖാക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഒരു ചെകുത്താൻ കോട്ടയിൽ ഏറെക്കാലം നിലനിൽക്കാത്ത
AI-യുടെ കാലത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ഗോവിന്ദൻ മാഷ പ്രസംഗം കേട്ട CPM-കാർക്ക് ഓർമ്മ വേണം. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലാണ്. സ്വന്തമായി തലച്ചോറില്ലാത്ത CPM-കാർ അന്തംഗമികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു ചിപ്പെങ്കിലും സ്വന്തം തയ്യിൽ വെക്കണം. ഇനിയെങ്കിലും ബോധം വരണം. ആ പാർട്ടി ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യയിൽ എവിടെയും നിങ്ങളുടെ പാർട്ടി ഇപ്പൊ ബാക്കിയില്ല. നശിച്ച് മാറാണൊക്കെ കഴിഞ്ഞു. വെറുതെ ഇനിയും ആവശ്യമില്ലാതെ തവള അണ്ണം വണ്ടിയുടെ മുന്നിൽ മസിൽ പിടിക്കുന്നത് പോലെ നിങ്ങൾ മസിൽ വരപ്പിച്ച് മട്ടന്നൂരങ്ങാടിയിൽ ഇനി ഒരു സഖാവ് നിൽക്കണ്ട. ഈ പാർട്ടി ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് ഏക സാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, കോൺഗ്രസിനൊപ്പം നിൽക്കുക. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ നോക്കണ്ട. ആകപ്പാടെ നിങ്ങൾക്ക് കിട്ടിയത് കേരളത്തിന് പുറത്ത് കിട്ടിയ സീറ്റ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഫോട്ടോ വെച്ച് പ്രചരണം നടത്തിയിട്ടാണ് അല്ലേ? ഇവിടെ കനക തരി കേരളത്തിന് പുറത്ത് കിട്ടിയ 2 സീറ്റ് എങ്ങനെയാ? സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഫോട്ടോ വെച്ച് വോട്ടഭ്യർത്ഥന കിട്ടിയ സീറ്റുകളാണ്. കോൺഗ്രസ് കനിഞ്ഞ് രാജസ്ഥാനിൽ കൊടുക്കുന്ന സീറ്റ് കൊണ്ടാണ് ഇപ്പൊ പാർലമെന്റിൽ കയറിയിരിക്കുന്നത്. ദേശീയ പാർട്ടി എന്ന പദവി പോകുമോ ഇല്ലയോ എന്ന് സംശയിച്ചില്ലാണ്. അതാണല്ലോ ബാലൻ പറഞ്ഞത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ CPM അവസാനം കുന്തം, കുടം, ചെരുപ്പ് തുടങ്ങിയ ചിഹ്നങ്ങളിലൊക്കെ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ? ആ അവസ്ഥയിലേക്ക് പാർട്ടി പോയില്ലേ? പക്ഷെ ചില അമ്മമാരുടെ പോലെയാണ് CPM എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് പറയുന്നത് മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണിൽ കണ്ടാൽ മതി എന്ന അവസ്ഥ. BJP ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് നശിച്ചുകൊണ്ടാണ്. കോൺഗ്രസ് ഇല്ലാതായിരിക്കും. അങ്ങനെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നടന്ന് അവസാനം നിന്ന് സ്വയം ഇല്ലാതായി കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതാണ് എനിക്ക് സഖാക്കളോട് പറയാനുള്ളത്. കേരളത്തിൽ ഇപ്പോ കണ്ടിട്ട് ബജറ്റ് വന്നല്ലോ, ബാലഗോപാലിന്റെ ബജറ്റ് വന്നല്ലോ. ബാലഗോപാലിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ്. പേര് മസാല ദോശയാണ്, പക്ഷെ അകത്ത് ഉരുളക്കിഴങ്ങില്ല. ഇതെന്ത് ബജറ്റാണോ? ഓരോ പദ്ധതിക്കും ഇങ്ങനെ പണം പ്രഖ്യാപിക്കണം. പക്ഷേ ഈ പ്രഖ്യാപിക്കുന്ന പണം കൊടുക്കാൻ ഖജനാവിൽ പൈസ വേണ്ടേ? ഖജനാവിന് കുറ്റുവേണ്ടേ? ഖജനാവിലില്ലാത്ത പണം വെച്ച് പ്രഖ്യാപിക്കുന്ന പിടിച്ചു 50 കോടി 100 കോടി പഴയ ഓട്ടോ സിനിമയിൽ പപ്പന് പൈസ കിട്ടിയ പോലെയാണ്. നോട്ടിങ്ങനെ നോക്കി കൊടുക്കണം. ഈ സാധനം വേണ്ടേ? കേരളത്തിന്റെ ധനകാര്യസ്ഥിതി എന്താ? UDF എന്ന് പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്ന സമാന്തര സംവിധാനം ഉണ്ടാക്കി ബജറ്റിന് പുറത്ത് ബോറോയിങ് നടത്തിയാൽ, ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തിയാൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് അന്ന് UDF പറഞ്ഞില്ലേ? അന്ന് കോൺഗ്രസ് പറഞ്ഞില്ലേ? ഇന്ന് UDF-ഉം കോൺഗ്രസും അന്ന് കൊടുത്ത ആ മുന്നറിയിപ്പ് ഇന്ന് യാഥാർത്ഥ്യമായി വന്നില്ലേ? എന്തേ പറഞ്ഞത്? കിഫ്ബി വഴിക്ക് ഞങ്ങൾ അടുത്ത 10 വർഷക്കാലത്തേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം കേരളം നടത്തും. കോൺഗ്രസുകാര് അസൂയ കൊണ്ട് പറയുന്നതാണ്. അടുത്ത 10 വർഷക്കാലത്തേക്കുള്ള വികസനം നടത്തും. ഞങ്ങൾ അന്നേ ചോദിച്ചു, ഈ കടമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചടക്കും? അപ്പൊ പറഞ്ഞു, അതിനെല്ലാം വഴി കണ്ടിട്ടുണ്ട്. വഴി എന്ന് പറയുന്നത് വാഹന നികുതിയിൽ നിന്ന് 50% കിഫ്ബിയുടെ തിരിച്ചടച്ചു കൊടുക്കും. ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തി ആ പണം കിഫ്ബിയുടെ തിരിച്ചടച്ചു കൊടുക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് മേൽ വേറെ ഭാരമൊന്നും വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നു, കിഫ്ബിയിൽ ഉണ്ടാക്കിയ റോഡുകളിലും പാലങ്ങളിലും സഞ്ചരിക്കുമ്പോ നമ്മളൊക്കെ ടോൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക രംഗം എത്തിയിരിക്കുന്നു. നിയമസഭയ്ക്കകത്ത് UDF-ന്റെ MLA-മാർ ചോദിച്ചു, തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോൾ ചോദിച്ചു, കിഫ്ബിയുടെ ഭാഗമായി നിങ്ങൾ നിർമ്മിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ടോൾ ഏർപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോ നിയമസഭയ്ക്കകത്ത് തോമസ് ഐസക് പറഞ്ഞത് അങ്ങനെ ഒരു പദ്ധതിയെയില്ല, ടോൾ ഏർപ്പെടുത്തില്ല എന്നാണ്. ഇപ്പൊ CPM നിലപാട് മാറ്റി. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്, രാവിലെ പാല് വാങ്ങാൻ വേണ്ടി സ്കൂട്ടർ എടുത്ത് വീടിന് മുന്നിലെ പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ കേരളത്തിലെ ജനങ്ങൾ ടോൾ കൊടുക്കേണ്ട അവസ്ഥ വരാൻ പോവുകയാണ്. പഞ്ചായത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ കേരളത്തിലെ എല്ലാ വികസന പദ്ധതികളിലും, എല്ലാ റോഡ് പദ്ധതികളിലും എല്ലാത്തിനും ടോൾ പിരിക്കാൻ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ UDF ഭരിക്കുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എവിടെയും തോന്നിച്ചിട്ടില്ല. റോഡ് ഉണ്ടാക്കുക, പാലം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ സർക്കാരിന്റെ ചുമതലയാണ്. ദേശീയപാത എന്നുള്ള ഉണ്ടാക്കുന്നത് 6 വരിപ്പാതയാണ് ഉണ്ടാക്കുന്നത്. അല്ല,
ഈ നാട്ടിലെ 8 മീറ്റർ വീതിയുള്ള റോഡിന് വരെ ടോൾ പിരിക്കാൻ പോകുന്നു. എങ്ങനെയാ അനുവദിക്കാൻ പറ്റുന്നത്? ടോൾ എന്ന് പറയുന്നത് ബൂർഷ്വാ ചിന്താഗതിയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്ന, കൊള്ളയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നിരുന്ന CPM-മാര ഇപ്പൊ നിന്റെ നാവെവിടെ പോയി ഇറങ്ങിപ്പോയി. ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെ പിഴിയാൻ ബാക്കിയുണ്ടോ? ബജറ്റ് നിങ്ങൾ ആലോചിച്ചു. കഴിഞ്ഞ ബജറ്റ് പ്രഖ്യാപിച്ച ഒരു കാര്യം നടന്നിട്ടില്ല. LDF-ന്റെ ഒരു പ്രകടന പത്രികയുണ്ടായിരുന്നു 2021-ല്. ആ 2021-ലെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ സംസ്ഥാനത്ത് നടത്തിയെന്ന് നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരു സഖാവിന് ഈ വേദിയിൽ ഒന്നും പറയാമെങ്കിൽ നിങ്ങളെ കൊടി പിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു പരിപാടി നടത്തിയിട്ടില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തെ സമ്പൂർണ്ണമായി തകർത്തു. പറഞ്ഞിരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ ശക്തിപ്പെടുത്തും, പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ ലാഭത്തിലാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാണ്. KSRTC അവസ്ഥ എന്താ? ഈ കേരളത്തിൽ സർക്കാർ മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത്, പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് KSRTC ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോ KSRTC-യിൽ ജോലി ചെയ്തിരുന്ന മലയാളികളുടെ എണ്ണം, മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 50,000 ഇന്ന് എത്ര പേരുണ്ടെന്നറിയാം? 9 കൊല്ലം കഴിഞ്ഞപ്പോ KSRTC-യിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ എണ്ണം 18,000 കുറഞ്ഞു. 32,000 മനുഷ്യർക്ക് KSRTC-യിൽ മാത്രം ജോലി നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ 18,000 ബാക്കിയുള്ള 18,000 പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. അവർ ആത്മഹത്യയുടെ വക്കിലാണ്. കേരളത്തിന്റെ ലൈഫ് ലൈനായിട്ടുള്ള കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനം KSRTC എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് തള്ളിയിട്ട സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടത്തിലേക്ക് തള്ളിയിട്ടു. കടം മാത്രമല്ല, പൊതുകടം മാത്രമല്ല, എവിടെയൊക്കെ കടമുള്ളത്? സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള DA കുടിശ്ശിക മാത്രം 64,000 കോടി കൊടുപ്പിക്കുക. 64,000 കോടി. ഈ ബസ് സ്റ്റാൻഡിൽ ട്രാഫിക്കിൽ നിൽക്കുന്ന അവിടെയുള്ള പോലീസുകാർ, അവരോട് ചോദിച്ചു, 18 മാസം DA കുടിശ്ശിക ബാക്കിയാണ് പാവങ്ങൾ. ഈ കാറ്റിയോടിപ്പോൾ നെഞ്ചുമിരിച്ച് നിൽക്കുന്നു എന്നുള്ള മനസ്സിൽ പിണറായി വിജയനുള്ള പുച്ഛവും അങ്ങേറ്റ പരിഹാസമാണ് പാവങ്ങളുള്ളത്. 18 മാസം DA കുടിശ്ശിക, അവരുടെ കുട്ടികൾ കഴിക്കേണ്ട ഭക്ഷണ പൈസയാണ്. അവരെന്ത് ചെയ്യണം? ഈ മട്ടന്നൂരിലെ താലൂക്ക് ഓഫീസിൽ പോയി ചോദിക്കും, സർക്കാർ ആശുപത്രിയിൽ പോയി ചോദിക്കും, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ DA കുടിശ്ശിക 18 മാസം ബാക്കി കൊടുക്കണം, കൊടുത്തിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും നഷ്ടമായിരിക്കുന്നത്. ഈ സംസ്ഥാനത്തെ കോൺട്രാക്ടർമാർക്ക് കരാറുകാർക്ക് 15,000 കോടി രൂപ കൊടുക്കാനാണ് സകല റോഡ് പണികളും തുടങ്ങിയിരിക്കുന്നു, സകല പദ്ധതികളും തുടങ്ങിയിരിക്കുന്നു. സാധാരണക്കാർക്കാണെങ്കിൽ വിലക്കയറ്റം കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല. പാലിന്റെ വില കൂടി, വാട്ടർ ചാർജ് കൂടി, വൈദ്യുതി ചാർജ് കൂടി. അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഈ കാലത്ത് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ നാടിന് ഭരിച്ചു വെച്ചിട്ടുണ്ട്. അഴിമതിയുടെ മേൽ അഴിമതിയും കൊള്ളയുടെ മേൽ കൊള്ളയുമാണ് നടന്നത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 500 രൂപയുടെ BP കിറ്റ് 1,550 രൂപയ്ക്ക് കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് വാങ്ങിപ്പിച്ച ആരോഗ്യമന്ത്രിയുടെ നാടാണ് മട്ടന്നൂർ എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജയുണ്ട്. എന്നിട്ട് PR നടത്തുന്നത് പറയാൻ എനിക്ക് അമേരിക്കയിൽ പോകുന്നു. എന്ത് കേരളത്തിലെ കോവിഡ് വിളിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് മരുന്ന് ചോദിച്ചുകൊണ്ട് രാവിലെ അമേരിക്കയിൽ പോകുന്നു. അമേരിക്കയിൽ നിന്ന് ഏത് ഭാഷയോട് ചോദിച്ചു? മര്യാദ ഇംഗ്ലീഷ് പറയാൻ എന്നോട് ഏത് ഭാഷയിൽ അമേരിക്കക്കാർ ചോദിച്ചു? അതും കേരളത്തിലേക്ക് PR വർക്ക് നടത്തി ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ മട്ടന്നൂരിലെ അന്നത്തെ MLA ആരോഗ്യമന്ത്രി നടത്തിയിട്ടുള്ള അപഹാസ്യമായ പരിശ്രമങ്ങൾക്കേറ്റ വലിയ തിരിച്ചടിയാണ് CAG ഉൾപ്പെട്ടത്. സഖാക്കളെ, CAG എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഓഡിറ്റ് ജനറൽ എന്നല്ല, കൺട്രോളർ ഓഡിറ്റ് ജനറൽ എന്നാണ്. സംസ്ഥാനത്തെ ഭരണഘടനാ സ്ഥാപനമാണ്. ആ ഭരണഘടനാ സ്ഥാപനം പറയുന്ന ഇന്നത്തെ കണക്ക് നോക്കുന്ന കണക്കപ്പടയാണ് CAG. ആ CAG പറയുന്നു, കോവിഡിന്റെ മകൻ ശൈലജ ടീച്ചറുടെ കാലത്ത് നടന്നത് പകൽ കൊള്ളയാണ്. നമ്മളെല്ലാവരും വീടുകളിൽ ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുമ്പോ സംസ്ഥാന ഖജനാവിൽ നിന്ന് ആവോളം പണം തട്ടിയെടുക്കുകയായിരുന്നു കേരളത്തിന്റെ ആരോഗ്യമന്ത്രി, അന്നത്തെ ആരോഗ്യമന്ത്രി. ഇതിലും വലിയ നാണക്കേടുണ്ടാവും. ഏത് മേഖലയിലെ അഴിമതി നടക്കാം.
ഏതൊരു മേഖലയിലാണ് അഴിമതി നടക്കുന്നത്? നമ്മൾ ഒട്ടേറെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് നോക്കൂ, അനുമതി നൽകിയിരിക്കുന്നു മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നു. ഒയാസിസ് എന്ന് പറയുന്ന മദ്യനിർമ്മാണ കമ്പനിക്ക് സംസ്ഥാനത്തെ മദ്യനയം തിരുത്തിക്കൊണ്ട് അനുമതി നൽകിയിരിക്കുന്നു. അങ്ങേയറ്റം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്ത് പെപ്സിയെയും കൊക്കക്കോളയും കെട്ടുകെട്ടിച്ച ഒരു പ്രദേശത്ത് ജലമൂറ്റിന്റെ പേരിൽ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും അവിടുത്തെ ജനങ്ങൾ ആട്ടി ഓടിച്ച കമ്പനിക്ക് പാലക്കാട്ടെ CPM പച്ച പരവരാനിച്ച് അവിടെ അനുമതി കൊടുത്തിരിക്കുകയാണ്. ആരാജിന്റെ പുറകിൽ MP രാജേഷൻ പിണറായി വിജയൻ നഗ്നമായ നിയമലംഘനമാണ് നടന്നത്. മറ്റൊരു ഡിസ്റ്ററി ഗ്രൂപ്പും അറിയാതെ ഒയാസിസ് എന്ന് പറയുന്ന ഏക ഡിസ്റ്ററി ഗ്രൂപ്പ്, അതും ഡൽഹി മദ്യക്കോഴ കേസിൽ ജയിലിൽ കിടന്ന ഒരാളുടെ കമ്പനിക്ക് പാലക്കാട് മദ്യം ഉണ്ടാക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നു. എല്ലാം നിയമവിരുദ്ധമായി. പ്രിയപ്പെട്ടവരെ, ഈ സംസ്ഥാനം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ എത്രയോ കാലം പുറകോട്ട് പോയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും പുറകോട്ട് പോയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചു പിടിക്കുക എന്നതാണ് ഓരോ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്റെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. കേരളത്തെ പതിറ്റാണ്ടുകൾ പുറകോട്ടടിക്കുന്നതിൽ പിണറായി വിജയൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ കേരളത്തെ നോക്കി കൊഞ്ഞനം കിട്ടുകയാണ് എന്റെ പഴയ പാർട്ടിക്കാർ, BJP-ക്കാർ. ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് കേരളം പിന്നോക്ക പ്രദേശമാണെന്ന് അരപ്പായ കടലാസിൽ ഇങ്ങോട്ട് എഴുതിക്കൊണ്ടതാണ്, എന്നാൽ കേരളത്തിന് സഹായം നൽകാണ്. ജോർജ് കുര്യന്റെ തറവാട്ട് മുതലൊന്നും അല്ലല്ലോ കേരളം പണം ചോദിച്ചത്. ഞാനും നിങ്ങളുമടക്കമുള്ള മലയാളികൾ നികുതി കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അർഹിക്കുന്ന വീതം ചോദിക്കുമ്പോ BJP-ക്കാരൻ കേരളത്തെ നോക്കി കൊഞ്ഞനം കുത്തിക്കളിക്കുന്നു, കേരളത്തെ നോക്കി ആക്ഷേപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, BJP-ക്കാരാ, ആന്ധ്രാപ്രദേശിൽ പോയിട്ട് ചന്ദ്രബാബു നായിഡുവിനോട് പോയിട്ട് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഒരു അരപ്പായ കടലാസിൽ തെളിവിന്റെ അപേക്ഷ എഴുതിട്ട എന്ന് പറയാൻ ആർജവം ഉണ്ടാകുമോ നരേന്ദ്രമോദി? ബീഹാറിൽ പോയി നിതീഷ് കുമാറിനോട് നിങ്ങൾ പിന്നോക്ക പ്രദേശമാണെന്ന് എഴുതി തന്നാൽ മാത്രമേ സഹായം നൽകാൻ കഴിയൂ എന്ന് പറയാൻ ആർജവം ഉണ്ടാകുമോ നരേന്ദ്രമോദിക്ക്? അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ സർക്കാരിനെ താഴ്ന്നു നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും അവരുടെ സംസ്ഥാനങ്ങൾക്ക് ആവോളം നൽകുന്ന നിങ്ങൾ ഈ രാജ്യത്തിന്റെ നികുതി സമ്പദ്ഘടനയിലേക്ക് കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്യുന്ന മലയാളികളെ നിങ്ങൾ ആക്ഷേപിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സംഭാവന ചെയ്യുന്ന മലയാളികളെ നിങ്ങൾ ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. എന്നിട്ട് നിങ്ങളാണോ കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയെ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത്? മോദി എന്ന് വന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നത്? മറ്റൊരു കേന്ദ്രമന്ത്രി അദ്ദേഹം വേറെ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഗോത്രവർഗങ്ങളെ ഭരിക്കാൻ കുലമഹിമയുടെ ആളുകൾ പറയുന്നത്. ഗോത്രവർഗങ്ങളെ ഭരിക്കാൻ കുലമഹിമയുടെ ആളുകൾ. ഇത് ഏത് കാലത്ത് മന്ത്രിയാവണം? സ്വാതന്ത്ര്യം കിട്ടി 15 വർഷം കഴിഞ്ഞു. ഈ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഭരണഘടനയിൽ എവിടെയും ഒരു കുലവും പറഞ്ഞിട്ടില്ല. ഈ ഭരണഘടനയിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഒരൊറ്റ കുലമേ ഉള്ളൂ. ആ കുലത്തിന്റെ പേര് ഇന്ത്യൻ പൗരൻ എന്നാണ്. അതിൽ ഒരു മതത്തിന്റെയും ജാതിയുടെയും ഒരു വേദനയും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടില്ല. അവിടെയാണ് ഭരണഘടന കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി പറയുന്നത് കുലമഹിമയുള്ളയാൾ, ഉന്നത കുലജാതൻ പട്ടികജാതിക്കാരെയും ഗോത്രവർഗക്കാരെയും ഭരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം പട്ടികജാതി മോർച്ചയിലും പട്ടികവർഗ മോർച്ചയിലൊക്കെ ഈ ഉന്നത കുലജാതന്മാരെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കിയിട്ട് പോരെ നാട്ടിലെ മന്ത്രിമാരെ എങ്ങനെയാക്കുന്നത്? അതിന് ആ പാർട്ടിക്ക് അതിനൊക്കെ നടപ്പാക്കാൻ കഴിയും. RSSന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഈ പറയുന്ന ഉന്നത കുലജാതർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന സമയത്ത് ആ ഉന്നത കുലജാത സമിതിയുടെ ഓർമ്മയുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം മന്ത്രിസഭയിലും അങ്ങനെ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ആ മന്ത്രിസഭ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മന്ത്രിസഭയാണ്, അല്ലാതെ RSSന്റെ കാര്യകാരിയല്ല എന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. അവിടെ നിങ്ങൾ വെച്ചത് സാമൂഹിക നീതി ഈ രാജ്യത്ത് ഉറപ്പുവരുത്താനാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനയുള്ളത്. ആ ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ച പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മറക്കരുത്.
ആ ഭരണത്തിൽ തൊട്ട് കളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ ബി ജെ പിയിലായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ഈ 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അതിൽ മതേതരത്വവും സോഷ്യലിസവും ഇന്ദിരാഗാന്ധി ഉൾപ്പെടുത്തുകയായിരുന്നു തെറ്റാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഏറെക്കാലം ഞങ്ങൾ പറഞ്ഞറിയുന്നതാണ്. എനിക്കൊരു ഭാഗ്യമുണ്ട്. നവംബർ 16-ാം തീയതി ഞാൻ കോൺഗ്രസ് ചേർന്ന് നവംബർ 26-ാം തീയതി സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വിധി എന്താ? 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി നടത്തിയ അമെന്റ്മെന്റ് ശരിയാണ് എന്ന് ഇന്ത്യയുടെ സുപ്രീം കോടതി വിളിച്ചു. സുബ്രഹ്മണ്യം സ്വാമി കേസിൽ പോയിട്ട് എന്താ ഉണ്ടായത്? സുബ്രഹ്മണ്യം സ്വാമിയുടെ അപ്പീലെടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അപേക്ഷ എടുത്ത് സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ തന്നു. എന്നിട്ട് സുപ്രീം കോടതി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയാണ് മതേതരത്വം എന്ന് പറയുന്നത്. അതൊരിക്കലും ഇന്ത്യൻ ഭരണഘടന എടുത്തു മാറ്റാൻ സാധിക്കുന്നതല്ല. ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടും മതേതരത്വത്തെ ഇനി ഇന്ത്യൻ ഭരണഘടന 300 ഉണ്ടായില്ല, 240 നിൽക്കുക. 240 ഒരു സംശയവും കൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ 240 ഉണ്ടാവില്ല. അവിടെ നിന്നും താഴേക്ക് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന ഒരു ദൂരം അത് വിദൂരമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെ, പരസ്പര വർത്തിത്വത്തിന്റെ, മതസാഹോദര്യത്തിന്റെ പഴയ നാളുകളിലേക്ക് നമ്മുടെ രാജ്യം തിരിച്ചു പോകുക തന്നെ ചെയ്യും. 56 ഇഞ്ച് ഭീരുവിന്റെ ഭീരുത്വം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പ്രസംഗിക്കുമ്പോൾ 56 ഇഞ്ച് പറയുന്ന മൈ ഫ്രണ്ട് ഉണ്ടല്ലോ, അല്ലേ? 56 ഇഞ്ച് പറയുന്ന പ്രധാനമന്ത്രിയുടെ മൈ ഫ്രണ്ട് എന്താ ചെയ്തത്? പാവപ്പെട്ട ഇന്ത്യക്കാരൻ അമേരിക്കയിൽ തൊഴിൽ പോയപ്പോ അവൻ അനധികൃതമായി കുടിയേറിയതെന്ന് പറഞ്ഞ് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് അവന്റെ കൈകളിലും കാലുകളിലും വിലയിലണിയിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട കാഴ്ച കണ്ടില്ലേ? നമ്മുടെ പൗരന്മാരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി 7-ാം കപ്പൽപ്പട അയച്ച അമേരിക്കയ്ക്ക് നേരെ അന്നത്തെ കാലത്ത് മുഖത്തോട് മുഖം നോക്കി കണ്ണിൽ നോക്കി മറുപടി പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിയുടെ പേരാണ് ഇന്ദിരാഗാന്ധി. നിക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് 7-ാം കപ്പൽപ്പടയെ ഇങ്ങോട്ട് അയച്ചപ്പോ ഒട്ടും പതറാതെ സധൈര്യം ആ യുദ്ധവുമായി മുന്നോട്ട് പോയി പാകിസ്ഥാനെ അടിയറപ്പിക്കുക മാത്രമല്ല പാകിസ്ഥാനെ കഷ്ടമാക്കി 2 ഖണ്ഡമാക്കി മുറിച്ച് ഒന്ന് ബംഗ്ലാദേശാക്കി മാറ്റി. 96,000 പാകിസ്ഥാൻ ഭടന്മാരെ പിടികൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിൽ അവരെ യുദ്ധത്തടവുകാരാക്കി മാറ്റി. നിങ്ങൾക്കറിയുമ്പോൾ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരേ ഒരു യുദ്ധമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് ഇന്ദിരാഗാന്ധി നയിച്ച 1971 ബംഗ്ലാദേശ് വിമോചനമാണ്. അന്ന് അമേരിക്കയെ നേരിടാൻ ചങ്കുറ്റുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മൈ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നേരിടാൻ പറ്റാതെ മൈ ഫ്രണ്ടിന്റെ കാര്യം പോട്ടെ, തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യം ഇന്ത്യയുടെ 10-1 വലിപ്പമില്ലാത്ത നിസ്സാരക്കാരായ ദരിദ്രരായിട്ടുള്ള ഒരു രാജ്യം അപ്പുറത്തുനിന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പുറത്ത് വലിയ തോതിലുള്ള കലാപം നടക്കുന്നുണ്ട്. എന്റെ ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിക്കാൻ, അവിടെ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്റെ ഇന്ത്യയുടെ ഭരണാധികാരിക്ക് നട്ടല്ലാതെ പോയി. എന്തുകൊണ്ട് അവിടെ അതിക്രമം നടക്കുന്ന സമയത്ത് ഇടപെടാൻ ഇന്ത്യക്ക് കഴിയാതെ പോകുന്നു? 71 സമാനമായ സാഹചര്യം ഉണ്ടായപ്പോഴല്ലേ ഇന്ദിരാഗാന്ധി ഇടപെട്ടത്? എന്തേ ഇന്ന് ഈ 56 ഇഞ്ച് നെഞ്ചളവുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു ദരിദ്ര രാഷ്ട്രത്തെ പോലും നിലനിർത്താൻ കഴിയില്ല? ബംഗ്ലാദേശ് കൊണ്ട് തൊട്ടപ്പുറത്ത് മാലിദ്വീപ്സ്, കണ്ണൂർ ജില്ലയുടെ വലിപ്പമില്ലാത്ത രാജ്യം, ഈ മട്ടന്നൂരിന്റെ അത്ര വലിപ്പമുള്ള ഒരു രാജ്യം. ആ മാലിദ്വീപ്സ് പോലും ഇന്ത്യയെ തള്ളിപ്പറഞ്ഞില്ലേ? ശ്രീലങ്ക ഇന്ത്യയെ തള്ളിപ്പറഞ്ഞില്ലേ? നമ്മുടെ ഏത് അയൽരാജ്യങ്ങളാണ് ഇന്ത്യയെ തള്ളിപ്പറയുന്നത്? ഇതായിരുന്നു ഇന്ത്യയുടെ ലോകനയം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, വിദേശ രാജ്യങ്ങളൊക്കെ ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നതായിരുന്നു. ലോകം മുഴുവൻ ഇവരെ ആദരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വാക്കുകൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങൾ കാതോർക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനടക്കമുള്ള BJP-ക്കാരൊക്കെ പരിഹരിച്ചൊരു പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്.
ബഹുമാന്യ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് അമേരിക്കയുമായി ന്യൂക്ലിയർ ഡീൽ ഇന്ത്യ ഒപ്പിടുന്നത്. നോക്കൂ, ന്യൂക്ലിയർ ഡീൽ പോലെ തന്ത്രപ്രധാനമായ ഒരു കരാർ അമേരിക്കയെ ഇന്ത്യ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഒരു കരാർ ഒപ്പിടാൻ ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ നിഷ്കാമകർമ്മിയായിട്ടുള്ള, സാത്വികനായിട്ടുള്ള, അമിതമായിട്ടുള്ള പ്രകടനപരതയൊന്നുമില്ലാത്ത, എന്നാൽ വളരെ വളരെ നിശബ്ദമായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യന് സാധിച്ചെങ്കിൽ, ഒരു ജെന്റിൽമാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചെങ്കിൽ, എന്തേ നരേന്ദ്രമോദിക്ക് ഇപ്പോ അമേരിക്കയെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു? അമേരിക്കയുടെ സൈനിക വിമാനം ഇന്ത്യയുടെ എയർ സ്പേസ് ക്രോസ് ചെയ്ത് ആണ് അമൃത്സറിൽ കൊണ്ടുവന്ന് ഈ ഇന്ത്യൻ പൗരന്മാരെ തട്ടുന്നത്. ഇന്ത്യയുടെ എയർ സ്പേസിലൂടെ ഇന്ത്യൻ പൗരന്മാരെ കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് ബന്ധിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത് തടയാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ ആകാശത്ത്, നമ്മുടെ എയർപോർട്ടിലാണ് നമ്മുടെ പൗരന്മാരെ കൈയും കാലും കെട്ടിയിട്ട് അമേരിക്ക കൊണ്ടുവന്ന് പറയുന്നത്. എന്തേ തടയാൻ കഴിയാതെ പോയി? എന്നിട്ട് പാർലമെന്റിനകത്ത് വിദേശകാര്യമന്ത്രി ജയശങ്കർ നാണമില്ലാതെ ന്യായീകരിക്കുകയാണ്. അത് അമേരിക്കയുടെ രീതിയാണ് പോലും. അമേരിക്കയുടെ രീതി അമേരിക്കയിൽ വെച്ചാൽ മതി എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഇത് 140 കോടി ജനങ്ങളുടെ രാജ്യമാണ്. ഇന്ത്യ അത്ര ചെറിയ രാജ്യമൊന്നുമല്ല. 24 മണിക്കൂർ നെഹ്റുവിനെ കുറ്റം പറഞ്ഞാണ്. പക്ഷെ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ള ചേരി ചേരാ നയം, ആ ചേരി ചേരാ നയം ഇന്നും പ്രശസ്തമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും ഒരു പക്ഷത്ത് പോയി നിന്നാൽ സംഭവിക്കാവുന്ന അപകടമാണ്. നിഷ്പക്ഷമായി നിൽക്കാൻ ചേരി ചേരാ നയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാലത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന സ്വീകാര്യത ഇന്നുണ്ടോ? അത് മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുന്നു, നശിപ്പിച്ചിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ,